അരുൺ, എടാ നിന്റെ ഫോണിൽ ബെല്ലടിക്കുന്നത് കേൾക്കുന്നില്ലേ? ആ, അത് അവിടെ ഇരുന്ന് അടിച്ചോട്ടെ. എടാ സ്നേഹടാ. ആ, അതുകൊണ്ടാ എടുക്കാത്തത്. കുറെ നേരമായി വിളിക്കാൻ തുടങ്ങിയിട്ട്. എടാ കുറെ നേരമായി തുടർച്ചയായിട്ട് വിളിക്കുന്നുണ്ടെങ്കിലേ എന്തെങ്കിലും അത്യാവശ്യ കാര്യം കാണൂടാ. നീ എന്താന്ന് ചോദിക്കടാ. ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്ന കാര്യമല്ലേ ഫാദർ. വിട്ടുപിരിഞ്ഞപ്പോഴാണ് വേദന എന്താന്ന് മനസ്സിലായത്. എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ, അല്ലെങ്കിൽ നീ ഒന്ന് ഇവിടം വരെ വരുമോ? ഇതിനപ്പുറത്തേക്ക് പോകാനുള്ള തലച്ചോറൊന്നും അവക്കില്ല. എന്തായാലും കാലാകാലത്തോളം ഒന്ന് പിരിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല ഫാദർ? ഞാനൊരു സത്യം പറയാം. ഇപ്പം എനിക്കിതൊരു വേദനയായിട്ട് തോന്നുന്നില്ല. വേറൊരു രീതിയിൽ പറഞ്ഞാൽ അല്പം ആശ്വാസമുണ്ട്. നീ ഒന്ന് സുമ്മാരിയ. സത്യമാണ് പറഞ്ഞത്. സ്നേഹ വീണ്ടും അടുത്ത് വന്ന ഒരുമിച്ച് സംസാരിക്കാൻ തുടങ്ങിയ പേടിച്ചുകൊണ്ട് മാത്രമേ എനിക്ക് അവളോട് സംസാരിക്കാൻ പറ്റൂ. അവളുടെ വായിൽ നിന്ന് മൈഥിലി മാമിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് തെറ്റി വീണ എനിക്ക് എൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടും. അതുണ്ടാവാണ്ടിരിക്കാനാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. വിളിക്കുന്നത് ശരിയായ അർത്ഥത്തിൽ തെറ്റ് തിരുത്താനാണെങ്കിലോ? അങ്ങനെയാണെങ്കിലേ ഞാൻ എവിടെയാണെങ്കിലും അയാൾ അങ്ങോട്ട് വരും. ഈ കോൾ എന്തായാലും ഞാൻ അറ്റൻഡ് ചെയ്യുന്നില്ല. നമുക്ക് ഈ വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട ഫാദർ. നമുക്കിങ്ങനെ അച്ഛനും മോനും കൂടി കപ്പയും കഞ്ഞിയൊക്കെ വെച്ച് അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൂടാം. ഞാൻ എന്ത് ചെയ്യണം കുട്ടിച്ചാ? അച്ഛനും മോളും കൂടി ഇങ്ങനെയൊക്കെ പെരുമാറിയാ? ആട്ടിയിറക്കുന്ന പോലെ പറഞ്ഞിട്ടും ഞാനിവിടുന്ന് ഇറങ്ങുന്നില്ലല്ലോ. അതിനുള്ള മാർഗം നോക്കുക. എന്റെ മക്കൾക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. കുട്ടിച്ചനത് ചോദിച്ചു നോക്ക അമ്മയോട്. അമ്മ ഇവിടുന്ന് പോകുന്നതാണോ അവളുടെ ആവശ്യം, അതോ അമ്മ എന്നത് എന്നേക്കുമായിട്ട് ഇല്ലാണ്ടാവുകയാണോ ചെയ്യണ്ടേ? എന്താ മോളെ പറയുന്നത്? ഇത്രയും പക്വതയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നീയാണോ ഇങ്ങനെ പറയുന്നത്? കുട്ടികൾ വാശി കാണിക്കും, ചിലപ്പോ നമ്മളെയൊക്കെ ഇങ്ങനെ പേടിപ്പിച്ച് ഒളിച്ചിരിക്കും. അതിന് നമ്മളിങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുന്നതിൽ ഒരർത്ഥമില്ല. ഉണ്ടോ അനാമിക മോളെ? കുട്ടിച്ച, എനിക്ക് മൈഥിലിയോടുള്ള റെസ്പെക്ട് മൈഥിലി ഒരു കുടുംബം നോക്കി നടത്തുന്ന കണ്ടിട്ട. അത് കൈവിട്ട് പോകുമ്പോ മൈഥിലി തളർന്നു പോവില്ലേ? ശരിയാണ്. ഏറ്റവും പ്രിയപ്പെട്ടത് കൈവിട്ടു പോകുമ്പോ ആർക്കായാലും സങ്കടം ഉണ്ടാവും. അവിടെയാണ് ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. കുട്ടിച്ച, ചേച്ചിയോട് എന്റെ അടുത്ത് ശരിക്കൊന്നും മിണ്ടാൻ പറയൂ. പഴയതുപോലെ എന്നോട് കളിക്കാൻ പറ. ചേച്ചി കൂട്ടില്ലാതെ ഒരു രസവുമില്ല. ഇതാ കുട്ടിച്ച അവസ്ഥ. എല്ലാവരുടെയും മനസ്സിൽ സങ്കടം. അമ്മ എന്നുള്ള പരിഗണനയൊന്നും എനിക്ക് തരണ്ട. അതിന്റെ പേരിൽ എന്നെ ബഹുമാനിക്കും വേണ്ട. മോളെ, ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരം എന്റെ ഈ ഒരു വരവുകൊണ്ട് നടക്കില്ല. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പൊ നിന്റെ ആവശ്യം യാമി മോള് മുറിന്ന് പുറത്തു വരാന്നുള്ളതല്ലേ? നമുക്ക് നോക്കാം. യാമി മോളെ, കുട്ടിച്ചനാ, മോള് വാതിൽ തുറന്ന് പുറത്തു വന്നേ. യാമി മോള് കുട്ടിച്ചൻ പറയുന്ന കേൾക്കുന്നില്ലേ? എന്താ വാതിൽ തുറക്കാത്ത? നോക്ക, യാമി മോളോട് കുട്ടിച്ചന് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാ തുറക്കാൻ പറഞ്ഞത്. നീ പുറത്തു വാ. വേണ്ട കുട്ടിച്ച, ഞാൻ ഇതിനകത്ത് തന്നെ ഇരുന്നോളാം. അങ്ങനെയാണെങ്കിൽ കുട്ടിച്ചൻ വരേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എന്താ പറഞ്ഞത്? കുട്ടിച്ചനെ യാമി മോളോട് സംസാരിക്കാനുണ്ടെന്നല്ലേ? മോള് വാ. ഞാൻ പുറത്തിറങ്ങിയ അമ്മ എന്നോട് സംസാരിക്കാൻ വരും. അനാമിക ആന്റിയും വരും. ആരും വരില്ല. മോള് വാ.
മോള് വാ. മോളെ മോൾക്ക് എന്തോ അസ്വസ്ഥതയുണ്ട്. ഞാൻ മോളോട് ഫ്രീ ആയി ഒന്ന് സംസാരിക്കട്ടെ? ആശ്വാസമായില്ലടോ തനിക്ക്? ഇതാ പറയുന്നത്, നമ്മുടെ കയ്യിൽ നിന്നും എല്ലാ നിയന്ത്രണങ്ങളും പോയിന്ന് തോന്നുമ്പോ ആരെങ്കിലും ഒരാളത് ചെയ്യാനുണ്ടാവുമെന്ന്. കുട്ടിച്ചൻ സംസാരിക്കട്ടെ. അവളെ ഭക്ഷണം കഴിപ്പിക്കണം, അല്ലെങ്കിൽ അവള് തളർന്നു പോവും. മോളെ, കുട്ടിച്ചൻ എന്തിനാ വന്നേ? എന്നെ എന്തിനാ പുറത്തിറക്കിയേ? എനിക്ക് ആരെയും കാണണ്ട. യാമി മോൾക്ക് ഇഷ്ടമല്ലാത്ത ആരെയും യാമി മോള് കാണണ്ട. അതിനെന്തിനാ വാതില് കുറ്റിയിട്ട് അതിനകത്ത് പട്ടിണിക്കിരിക്കുന്നേ? എനിക്ക് അമ്മയെ പേടിയാ. ഞാൻ അച്ഛൻ പറയുന്നത് കേൾക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. അച്ഛൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അമ്മ എന്നെ എന്തെങ്കിലും ചെയ്താലോ? അയ്യേ, ഇങ്ങനെയാണോ യാമി മോള് ചിന്തിക്കുന്നത്? മറിച്ചല്ലേ മോളെ വേണ്ടത്. യാമി മോളൊരു സാധാരണ കുട്ടിയാണോ? ഒരു കാര്യം വന്നപ്പോ അച്ഛൻ ഇത്ര സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തിയ കുട്ടിയല്ലേ? അപ്പൊ അച്ഛൻ സ്ഥലത്തില്ലാത്തപ്പോ മോൾ എന്താ ചെയ്യേണ്ടത്? ഇത് മോളുടെ സ്വന്തം വീടല്ലേ. ഇവിടെ ഏറ്റവും സ്വതന്ത്രമായി നടക്കാനുള്ള അവകാശം ആർക്കാ? മോൾക്കല്ലേ? അതെ, എന്നാലും മോളെ, അമ്മയെ പേടിക്കരുത്. അമ്മയുടെ മുന്നിൽ തല ഉയർത്തി തന്നെ നടക്കണം. നീ സാരംഗിന്റെ മോളാ, ഒരു തെറ്റും ചെയ്യാത്ത സാരംഗിന്റെ മോള്. അങ്ങനെയുള്ളപ്പോ തെറ്റ് ചെയ്തവരെ പേടിക്കണോ? ഒളിച്ചിരിക്കണോ? മോള് പറ. അച്ഛന്റെ കൂടെ ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാരും അമ്മയുടെ കൂടെയാ. അമ്മ പറയുന്നത് മാത്രമേ അവര് കേൾക്കൂ, അത് മാത്രമേ വിശ്വസിക്കൂ. അത് മാറ്റിയെടുക്കണം. അച്ഛനും മോളും വിചാരിച്ച അത് സാധിക്കും. ഇതിപ്പോ മോളുടെ അച്ഛന്റെ അഭിമാന പ്രശ്നമാണ്. അച്ഛൻ യാത്ര പോയിരിക്കല്ലേ. അച്ഛൻ സമാധാനമായിട്ട് തിരിച്ചു വരട്ടെ. അതുവരെ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും യാമി മോള് ഫൈറ്റ് ചെയ്യണം. ബഹളാവും കുട്ടിച്ച. ആവും. പക്ഷെ ആ ബഹളത്തിലും മോളായിരിക്കണം ജയിക്കേണ്ടത്. ഇപ്പൊ കുട്ടിച്ചൻ വന്നത് അമ്മ വിളിച്ചിട്ടാ. പക്ഷെ യാമി മോൾക്കൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് യാമി മോള് വിളിച്ച കുട്ടിച്ചനിങ്ങ് പാഞ്ഞു വരില്ലേ മോളെ? കുട്ടിച്ചൻ ശരിയുടെ കൂടെ നിൽക്കുന്ന ഒരാളാ. എന്നിട്ടെന്താ കുട്ടിച്ചൻ അമ്മയോട് ഇപ്പോഴും മിണ്ടുന്നേ? കുട്ടിച്ചൻ എന്താ അമ്മയോട് ദേഷ്യപ്പെടാത്ത? അമ്മയെ കുട്ടിച്ചന് ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ അമ്മയെ ചികിത്സിക്കുന്നത് മൈഥിലിയല്ലോ. അമ്മമ്മയ്ക്കാണെങ്കിൽ മൈഥിലി കൊടുക്കുന്ന മരുന്നുകൾ മാത്രമേ ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് കുട്ടിച്ചൻ സഹിക്കുന്നതാ മോളെ. കുട്ടിച്ചൻ എന്തെങ്കിലും വിരോധം കാണിച്ച അമ്മ അമ്മൂമ്മയ്ക്ക് കൊടുക്കുന്ന മരുന്ന് തെറ്റിച്ചാലോ? അല്ല, അങ്ങനെ ചെയ്യില്ലാന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ചെയ്യും. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ അമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതുകൊണ്ടാ കുട്ടിച്ചൻ അമ്മയുടെ മുൻപിൽ കളിച്ചും ചിരിച്ചുമൊക്കെ നിൽക്കുന്നത്. അത് മോള് മനസ്സിലാക്കിയാ മതി. പക്ഷേ കുട്ടിച്ചൻ മോളുടെ അച്ഛന്റെ കൂടെ നിൽക്കൂ. അവനെ എന്റെ മോനാ, നീ എന്റെ ചോരയും. ആര്യ, ഞാനിന്ന് രാവിലെ ചെക്ക് ചെയ്തത്. ഇന്നലെ മുതലേ വല്ലാത്തൊരു ക്ഷീണം ഉണ്ടായിരുന്നു. 1-2 വട്ടം തല കറങ്ങി വൊമിറ്റ് ചെയ്തു. ഞാൻ അച്ഛനോട് പറഞ്ഞില്ല. കൺഫേമാ. ഇനിയിപ്പം എന്താന്ന് ചോദിച്ചാ പ്രഗ്നന്റ് ആയ പ്രസവിക്കണം.
വിളിച്ചോളാം. അമ്മയോട് അന്വേഷണം പറയണം. കൂട്ടുകാരെ പലതും പറഞ്ഞ് പറ്റിക്കാറുണ്ട് താൻ. ഇപ്പൊ പറഞ്ഞത് അങ്ങനെ വല്ലതുമാണോ? പറ. സത്യമാണ്. അച്ഛനെ ഇതെങ്ങനെ അറിയിക്കാന്ന് എനിക്കറിയില്ലായിരുന്നു. സോറി അച്ഛ. ഐ എം റിയലി സോറി. അവിവാഹിതായ ഒരു മകള് ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ അച്ഛൻ പൊട്ടിത്തെറിക്കണം, ബഹളം ഉണ്ടാക്കണം. പക്ഷെ ഓർമ്മയുണ്ടോ, ഇതുപോലൊരു ദിവസം അരുണിന്റെ കൂടെ യാത്ര പോയതിനെ കുറിച്ച് നീ എന്നോട് പറഞ്ഞത്? അന്ന് നീ എന്നോട് പറഞ്ഞു അമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ അവളെ വല്ലാതെ മിസ് ചെയ്യുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഞാനിത് നേരിട്ട് കേൾക്കേണ്ടി വരുമായിരുന്നു. ഇത്തരം ഒരു കാര്യം അറിഞ്ഞാൽ ഏതൊരു പെണ്ണും ആദ്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, പങ്കാളിയെ വിളിച്ചറിയിക്കുക. അരുണിനെ വിളിച്ചോ അതോ വാശി കാണിച്ചോ? ഞാൻ കുറെ വിളിച്ചു, അരുൺ ഫോൺ എടുത്തില്ല. അരുൺ ഇക്കാര്യം അറിയണം. ഇതിന് മറ്റൊരു സൊല്യൂഷൻ ഇല്ലല്ലോ. ഞാൻ ഫാദറിനോടൊന്ന് വരാൻ പറയട്ടെ. വിരോധമുണ്ടോ നിനക്ക്? ഇല്ല, അച്ഛൻ വിളിച്ചോളൂ. ഒരുപാട് കാര്യങ്ങൾ മറന്നു കളയേണ്ടി വരും. മനസ്സിൽ ഈഗോയെ തുടച്ചു നീക്കേണ്ടി വരും. ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ധൈര്യം അച്ഛനിപ്പോ ഇല്ല. നിനക്കും ഇല്ലാന്ന് അച്ഛൻ അറിയാം. സോ അരുണിനെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും നീ മര്യാദ വിടരുത്. ഇല്ല അച്ഛ, എനിക്ക് അരുണിനെ വേണം. അരുണിന്റെ സ്നേഹം വേണം. എന്റെ കുഞ്ഞിന് അച്ഛൻ വേണം. നിന്റെ വാശിക്ക് ദൈവത്തിന്റെ തിരുത്ത്. അച്ഛൻ ഇതിനെ ഇങ്ങനെയാണ് കാണുന്നത്. ചോദിച്ചറിയാൻ നമ്മുടെ വീട്ടിൽ മറ്റു സ്ത്രീകളാരുമില്ല. എന്തെങ്കിലും മനസ്സിൽ തോന്നിയാല് മോളത് എന്നോട് പറയണം. ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടെന്ന് എനിക്കറിയില്ല. അച്ഛൻ സമാധാനായിട്ടിരിക്കെ. ഞാൻ കരുതിയത് അച്ഛൻ ശരിക്കും ബഹളം വെക്കുന്ന. ഒരുപക്ഷെ അച്ഛൻ പറഞ്ഞ പോലെ തിരുത്താൻ ദൈവത്തിനൊരു കാരണം ഉണ്ടാവില്ലേ? അത് ശരിക്കും ഇത് തന്നെയാവും. മോളെ കഴിക്കും. കുട്ടിച്ചനല്ലേ പറയുന്നത്, കഴിക്കും മോളെ. മൈഥിലി, നിനക്കിപ്പോ സമാധാനമായല്ലോ. ഇനി യാമി മോൾ ഇങ്ങനെ ഒന്നും ചെയ്യില്ല. പോരെ? മതി കുട്ടിച്ച. സാരംഗ് ഇവിടെ ഇല്ലാത്തപ്പോഴെങ്കിലും അവൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കണമെന്നും കൂടെ ഇരുത്തി ഇവളെ കഴിപ്പിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ആഗ്രഹമില്ല. യാമി, അവള് കഴിക്കട്ടെ. ചേച്ചി, ഞാൻ കഴിക്കുന്നതിന് മുമ്പ് ചേച്ചിയെ ഞാൻ കഴിക്കാൻ വിളിക്കാറില്ലേ? എന്നിട്ട് ചേച്ചി എന്താ എന്നോട് കഴിച്ചോന്ന് ചോദിക്കാതിരുന്നത്? ചേച്ചി കുറച്ച് സങ്കടത്തിലാ മോനെ. അത് കഴിയുമ്പോ മോനെ കഴിക്കാൻ വിളിക്കുകയും കളിക്കാൻ വിളിക്കുകയും ഒക്കെ ചെയ്യും. ചേച്ചിക്ക് ഞങ്ങൾ ഇഷ്ടമല്ലെങ്കിലും ഞങ്ങൾക്ക് ചേച്ചി നല്ല ഇഷ്ടമാ. നിന്നോട് അമ്മ പറഞ്ഞതാണോ ഇങ്ങനെയൊക്കെ പറയാൻ? യാമി, അതെന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ മൈഥിലി പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ യദുവിന്? അവൻ ഇത്രയും കാലം നിന്റെ കൂടെയല്ലേ ജീവിച്ചത്, നിന്റെ കൂടെയല്ലേ കളിച്ചത്, പിന്നെന്താ? അതെ, ഭക്ഷണം കഴിക്കുമ്പോ സംസാരം വേണ്ടാന്ന് മുൻപുള്ളവര് പറഞ്ഞു വെച്ചത് വെറുതെ അല്ല. കുറച്ചുകൂടി വിളമ്പട്ടെ മോളെ? വേണ്ട, ഇത്രയല്ലേ കഴിച്ചോളൂ, അതുകൊണ്ട് എന്താവാനാ? ഒരു സ്പൂൺ കൂടെ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? മോളെ, സ്നേഹത്തോടെ ഒരാൾ ഒരു കാര്യം നമുക്ക് വെച്ച് നീട്ടുമ്പോ അതിനോട് ദേഷ്യപ്പെടാനും തട്ടിക്കളയാനൊന്നും പാടില്ല. സുമാണ്ടി കുറച്ച് ചോറ് വിളമ്പിയാൽ എന്താ ഇപ്പോ? മോളത് കഴിക്കണം. അപ്പൊ മോളുടെ വയറും നിറയും,
വിളമ്പുന്ന സുമയുടെ മനസ്സും നിറയും. സുമേ, കുറച്ച് ചോറിട്ട് കൊടുക്ക. മതി. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? വീണ്ടും വാതിലടച്ച് കുറ്റിയിടാനാണോ അതോ പഠിക്കാനാണോ? ഞാൻ പഠിക്കാൻ പോവാ. യാമി, നീ കൈ കഴുകുന്നില്ലേ? ഞാൻ അകത്ത് പോയി കഴിക്കോളാം. കുട്ടിച്ചൻ കഴിക്കുന്നില്ലേ? ഏയ്, സമയം തെറ്റി ഭക്ഷണം കഴിക്കാൻ ഞാൻ വാതിലടച്ച് ഇവിടെ ഇരുന്നിട്ടൊന്നും ഇല്ലല്ലോ. സുമയുടെ ഭാഗ്യം പോലും എനിക്കില്ല. ഞാനാണ് ഒരു പിടി വിളമ്പിയിരുന്നെങ്കിൽ അവളത് കഴിക്കാതെ എഴുന്നേറ്റ് പോയനെ. കാലക്കേട് അല്ലാതെ എന്താ? ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ തലച്ചോറ് വികൃതമാക്കുന്നവരെ എന്താ ചെയ്യേണ്ടത്? കുട്ടിച്ചനും തിരക്കുണ്ടോ? ഇല്ല, ഞാൻ കുറച്ചു കഴിഞ്ഞേ ഇറങ്ങുന്നുള്ളൂ. അത് മതി. അവളുടെ മനസ്സൊന്ന് തണുക്കുന്നത് വരെ കുട്ടിച്ചൻ ഇവിടെ ഉണ്ടാവണം. ഉണ്ടാവുമല്ലോ. മനസ്സൊന്ന് തണുക്കുന്നത് വരെ ഇതിനിടയിലൊക്കെ കുട്ടിച്ചൻ ഉണ്ടാവും.